കഴിഞ്ഞ ദിവസം NIA സംഘം കേരളത്തിലെ പ്രധാനപ്പെട്ട 3 ജില്ലകളിലുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര രഹസ്യ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി. നിരവധി തെളിവുകൾ അവർക്ക് ലഭിച്ചു, നിരവധി രേഖകൾ അവർ പിടിച്ചെടുത്തു. അതുമാത്രമല്ല, SDPIയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ വീട്ടിലും അവർ റെയ്ഡ് നടത്തി. SDPI എന്ന് പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് എന്ന ആരോപണം വളരെ ശക്തമാണ്. നേരിട്ട് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ലഭ്യമല്ലെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ തന്നെയാണ്. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും അതിൻ്റെ സഖ്യ കക്ഷികളെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ പോഷക സംഘടനകളെയും ഒക്കെ കേന്ദ്ര സർക്കാർ നിരോധിച്ചെങ്കിലും SDPIയെ നിരോധിച്ചില്ല. കാരണം SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുക അത്ര എളുപ്പമല്ല. അതിനുള്ള നടപടിക്രമങ്ങൾ മറ്റൊന്നാണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾ മറ്റൊന്നാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഒക്കെ വെല്ലുവിളിയാണ് എന്ന് കണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ അതിനെ നിരോധിച്ചത്. മുമ്പ് സിമിയെ നിരോധിച്ചിട്ടുണ്ട്, സമാനമായി മറ്റു പലരെയും നിരോധിച്ചിട്ടുണ്ട്. പലരും കോടതിയിൽ പോയി തങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി നിരോധനം നീക്കി അതിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ സിമി എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യയ്ക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കും നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം SDPIയെയും കേന്ദ്ര സർക്കാർ നിരോധിക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഏറ്റവും ഒടുവിൽ പാലക്കാട് ശ്രീനിവാസൻ എന്നൊരു RSS പ്രവർത്തകൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആൾക്കാരുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിരുന്നു. ആ കേസിൽ ഇനിയും 6 പേർ പിടികിട്ടാനുണ്ട്. ഈ കേസിൽ നേരിട്ട് പങ്കെടുത്ത പട്ടാമ്പി സ്വദേശിയായ മുഹമ്മദ് മൻസൂർ എന്ന വ്യക്തി അടക്കം 6 പേർ പിടിയിലാകാനുണ്ട്. ഒരു അബ്ദുൾ റഷീദ്, അബ്ദുൾ വഹാബ്, അതുപോലെ മുഹമ്മദ് യാസർ അറാഫത്ത്, അതുപോലെ മൊയ്തീൻ കുട്ടി, അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി, ഇങ്ങനെ 6 പേർ പിടിയിലാകാനുണ്ട്. ഈ 6 പേരെ സംബന്ധിച്ചും വളരെ കൃത്യമായ വിവരങ്ങൾ ഈ റെയ്ഡിൽ കണ്ടെത്തി എന്നാണ് ലഭിക്കുന്ന സൂചന. അതുപോലെ തന്നെ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ചില ആയുധങ്ങളും ഇതുവരെ കണ്ടെത്താൻ കഴിയാതിരുന്ന ചില ആയുധങ്ങളും ഈ റെയ്ഡിൽ കണ്ടെത്തിയെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ ഇത് സംബന്ധിച്ച് ചില വാർത്തകളൊക്കെ പുറത്തുവിടുന്നുണ്ടെങ്കിലും NIA കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെയും NIA പല തവണ കേരളത്തിൽ പല സ്ഥലത്തും റെയ്ഡുകൾ നടത്തിയിരുന്നു. അപ്പോഴൊന്നും കേരള പോലീസിനെ അറിയിക്കാതെ നേരിട്ട് കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടിയാണ് NIAയും EDയും കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയത്. ഇവിടെയും അതുതന്നെ ആവർത്തിച്ചു. കേരള പോലീസിൻ്റെ സഹായം കൂടാതെ കേന്ദ്രസേനയുടെ സഹായത്തോടെയാണ് NIA റെയ്ഡ് സംഘടിപ്പിച്ചത്. റെയ്ഡ് ആരംഭിച്ചതിന് ശേഷമാണ് കേരള പോലീസ് പോലും ഈ വിവരം അറിയുന്നത്. അതുകൊണ്ട് രഹസ്യങ്ങൾ ഒട്ടും തന്നെ ചോർന്നില്ല. കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടായി. NIA കരുതിയതുപോലെ, അല്ലെങ്കിൽ അവർ ലക്ഷ്യമിട്ടതുപോലെ കാര്യങ്ങൾ ഒരു കടവിനടുത്തു. കൃത്യമായ രേഖകളും ആയുധങ്ങളും ഒക്കെ കണ്ടെടുക്കാൻ NIAക്ക് സാധിച്ചു. ഇനി ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇവിടെ ഉയരുന്നൊരു ചോദ്യം SDPIയെയും നിരോധിക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിക്കപ്പെട്ട സംഘടനയെയും SDPIയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരവധി തെളിവുകൾ ഇപ്പോൾ പറഞ്ഞതുപോലെ NIAയുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. ഇനി NIAക്ക് ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ എന്തൊക്കെയാണോ രാജ്യത്തുള്ളത് അവരെയെല്ലാം കൃത്യമായി ഇത് ബോധ്യപ്പെടുത്താൻ കഴിയും. അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ SDPIയെ നിരോധിക്കാൻ സാധിക്കുകയുള്ളൂ, അതിൻ്റെ നിരോധനം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ SDPIയുടെ നിരോധനം നിലനിൽക്കുകയില്ല, അത് കോടതിയിൽ തള്ളിപ്പോകും. ഇത് NIAക്ക് നല്ലവണ്ണം അറിയാം.
നേരത്തെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സിമിയെ കൃത്യമായിട്ട് നിരോധിക്കാൻ സാധിച്ചു. കാരണം അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്നു സിമി. ആ സിമി ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നൊരു മുദ്രാവാക്യവുമായിട്ട് രംഗത്ത് വരികയും വലിയ വെല്ലുവിളി രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും പരമാധികാരത്തിനും നേരെ ഉയർത്തുകയും ചെയ്തതായാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിമിയെ, പ്രത്യേകിച്ചും നമ്മുടെ 2001-2002 കാലത്ത് പാർലമെൻറ്റ് ആക്രമണമൊക്കെ നടന്നു. അതിനെ തുടർന്ന് പല സംഭവ വികാസങ്ങളും നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ നിരോധനം കടുപ്പിച്ചത്, കർശനമായത്. അങ്ങനെ സിമിയുടെ നിരോധനം യാഥാർത്ഥ്യമായി. വർഷമിത്ര കഴിഞ്ഞിട്ടും, ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും സിമിയുടെ നിരോധനം നീക്കാൻ അതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. സമാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും സ്ഥിതി. നമുക്കറിയാം, അവർ ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച മുദ്രാവാക്യം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചോ, വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ എന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കാൻ മാത്രം നിഷ്ഠൂരമായ ഒരു സൈദ്ധാന്തിക തലമാണോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഉള്ളത് എന്ന ചോദ്യമാണ് അന്ന് ഉയർന്നത്. എന്തായാലും അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര സർക്കാർ ആ സംഘടനയെ നിരോധിച്ചു. അതിൻ്റെ പോഷക സംഘടനകളെയും, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, വിമൻസ് ഫ്രണ്ട്, അതിൻ്റെ മനുഷ്യാവകാശ സംഘടന, അതിനെയൊക്കെ നിരോധിച്ചു. ആ നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് SDPI മാത്രമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അന്ന് ഈ നിരോധിക്കപ്പെട്ടതിന് ശേഷം ഇവരുടെ നിരവധി നേതാക്കളെ, സംഘാടകരെ ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവർക്കെതിരെ UAPA ആണ് ചുമത്തിയിട്ടുള്ളത്. എന്നാൽ പല നേതാക്കളും, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന പല നേതാക്കളും അവിടെ നിന്ന് ഈ റെയ്ഡ് നടന്നപ്പോൾ തന്നെ, ആദ്യത്തെ നിരോധനവും അറസ്റ്റും ഉണ്ടായപ്പോൾ തന്നെ നേരെ SDPIയിലേക്കും അതുപോലെ CPMലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ നുഴഞ്ഞു കയറി. അത്തരക്കാരെയും ഈ പറഞ്ഞതുപോലെ NIA നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാര്യങ്ങൾ വ്യക്തമായിട്ട് മുന്നോട്ട് പോയാൽ അധികം വൈകാതെ SDPIയെയും നിരോധിച്ചേക്കാം. അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നാൽ ആരും അത്ഭുതപ്പെടേണ്ട. അതിനുള്ള നീക്കമാണ് NIA ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുവെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.